ഒരു ബൊഹീമിയൻ അപവാദം ഭാഗം 1. ഷെർലക് ഹോംസിനെ സംബന്ധിച്ചിടത്തോളം അവർ എപ്പോഴും ആ സ്ത്രീ തന്നെയാണ്. മറ്റൊരു പേരിലും അവരെപ്പറ്റി അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ സ്ത്രീവർഗത്തെ മുഴുവൻ അതിശയിച്ചു നിൽക്കുന്ന സ്ത്രീയാണവർ. ഹോംസിന് ഐറീൻ ആഡ്ലറുടെ പേരിൽ പ്രേമമോ അതുപോലുള്ള മറ്റെന്തെങ്കിലും വികാരമോ ഉണ്ടായിട്ടില്ല. ആ മനസ്സിന് മൃദുല വികാരങ്ങൾ പൊതുവെയും അനുരാഗം പ്രത്യേകിച്ചും അന്യമാണ്. ലോകം കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും യുക്തിബോധമുള്ള സൂക്ഷ്മദൃക്കായ മനുഷ്യയന്ത്രമാണ് ഹോംസ്. പക്ഷേ ഒരു കാമുകൻ്റെ സ്ഥാനത്ത് അദ്ദേഹം തികഞ്ഞ പരാജയമായിരിക്കും എന്ന് എനിക്കുറപ്പാണ്. അജ്ഞതയോടെയോ അപഹാസത്തോടെയോ അല്ലാതെ അദ്ദേഹം സംസാരിച്ച് കേട്ടിട്ടില്ല. ഇത്തരം വികാരങ്ങളുടെ ബഹിസ്ഫുരണത്തിൽ നിന്നും ഒരാളുടെ മനസ്സിലിരിപ്പ് അറിയാൻ നിരീക്ഷകന് കഴിയും. അതുകൊണ്ട് സ്ഥിതപ്രജ്ഞനായ ആ വിവേകശാലി സ്വന്തം മനഃശക്തിയെ പ്രതികൂലമായി ബാധിച്ചേക്കാവുന്ന തരത്തിലുള്ള വികാര വിചാരങ്ങളെ അകറ്റി നിർത്തി സൂക്ഷ്മമായ ഉപകരണത്തിൽ കടന്നുകൂടിയ മണൽത്തരി പോലെ അഥവാ ഭൂതക്കണ്ണാടിയിലെ പോറൽ പോലെ വികാരങ്ങൾ ചിന്താശക്തിയെ പ്രവർത്തനക്ഷമമല്ലാതാക്കുമല്ലോ. ഇതൊക്കെയാണെങ്കിലും ഒരു സ്ത്രീയെക്കുറിച്ച് മാത്രം ഹോംസ് പരാമർശിക്കാറുണ്ട്. അവരാണ് പരേതയായ ഐറീൻ ആഡ്ലർ, സംശയാസ്പദമായ ഒരു സ്മരണ മണ്ഡലത്തിൻ്റെ ഉടമ. ഞാൻ ഹോംസിനെ കണ്ടിട്ട് കുറേ നാളുകളായി. എൻ്റെ വിവാഹത്തോടെ ഞങ്ങൾ തമ്മിലുണ്ടായിരുന്ന സമ്പർക്കം കുറഞ്ഞു. പുതുതായി ആരംഭിച്ച സന്തോഷകരമായ കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ ഞാൻ മുഴുകി. ഹോംസിൻ്റെ ബൊഹീമിയൻ പ്രകൃതം സമൂഹ ജീവിതത്തെ അകറ്റി നിർത്തിയിരുന്നു. ബേക്കർ സ്ട്രീറ്റിലെ ഞങ്ങളുടെ പഴയ വാസസ്ഥലത്ത് പുസ്തകങ്ങൾക്കിടയിൽ അദ്ദേഹം ചടഞ്ഞുകൂടി. ഇടയ്ക്കിടെ മയക്കുമരുന്നിൻ്റെ ലഹരിയിൽ മുങ്ങിയും മറ്റു സമയങ്ങളിൽ കഠിനാധ്വാനത്തിൽ മുഴുകിയും ആഴ്ചകൾ തള്ളി നീക്കി. അപ്പോഴൊക്കെ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. തെളിവില്ലെന്ന് പറഞ്ഞ് പോലീസ് എഴുതി തള്ളിയിരുന്ന കേസുകൾക്ക് തുമ്പുണ്ടാക്കുന്നതിൽ സൂക്ഷ്മ നിരീക്ഷണപ്പെടുവായ ഹോംസ് ശ്രദ്ധിച്ചിരുന്നു. കൂടെ അത്തരം ചില സംഭവങ്ങളെക്കുറിച്ച് അവ്യക്തമായ ചില വിവരങ്ങൾ എനിക്ക് ലഭിച്ചിരുന്നു. ട്രെപ്പോവ് കൊലക്കേസ് അന്വേഷണത്തിന് ഒഡീസയിലേക്ക് പോയതും ട്രിങ്കോമാലിയയിലെ ആറ്റിങ്സൺ സഹോദരന്മാരുടെ ദുരന്തത്തിൻ്റെ കാരണം വെളിച്ചത്താക്കിയതും അടുത്ത കാലത്ത് ഹോളണ്ടിലെ രാജകുടുംബത്തിനു വേണ്ടി ഏറ്റെടുത്ത ദുഷ്കര കൃത്യം വിജയകരമായി നിറവേറ്റിയതും ഞാൻ കേട്ടറിഞ്ഞവയിൽ ചിലതാണ്. പത്രങ്ങളിൽ നിന്നും കിട്ടിയ ഈ വാർത്തകളല്ലാതെ എൻ്റെ പൂർവ്വകാല സുഹൃത്തിനെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങൾ എനിക്ക് അജ്ഞാതമായിരുന്നു. 1888 മാർച്ച് 12 രാത്രി ഒരു രോഗിയെ സന്ദർശിച്ചു മടങ്ങുകയായിരുന്നു ഞാൻ. ബേക്കർ സ്ട്രീറ്റിലെത്തി. ഇതിനിടയിൽ ഞാൻ പ്രാക്ടീസ് പുനരാരംഭിച്ചു കഴിഞ്ഞിരുന്നു. സുപരിചിതമായ ആ സ്ഥലത്തെത്തിയപ്പോൾ എൻ്റെ പ്രേമാഭ്യർത്ഥനകൾക്കും ചോരക്കളത്തിൽ വിവരിച്ചിട്ടുള്ള ഭീകര സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ള ആ വാതിൽ എന്നെ മാടി വിളിച്ചു. ഹോംസിനെ വീണ്ടും കാണാനും അദ്ദേഹത്തിൻ്റെ അത്ഭുതവഹമായ കഴിവുകൾ ഇപ്പോഴെങ്ങനെ വിനിയോഗിക്കുന്നുവെന്ന് അറിയാനുമുള്ള അദമ്യമായ അഭിവാജ്ഞ എന്നെ കീഴ്പ്പെടുത്തി. മുകളിലത്തെ മുറിയിൽ പ്രകാശമുണ്ടായിരുന്നു. ഒരു നീണ്ട നിഴൽ വാതായനത്തിലൂടെ കടന്നുപോയി. കൈകൾ പിന്നിൽ കെട്ടി ശിരസ് കുനിച്ച് അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ടിരുന്നു. ഹോംസിൻ്റെ ഓരോ ഭാവവും ഓരോ ചലനവും വ്യക്തമായി അറിയാവുന്ന എനിക്ക് കാര്യം മനസ്സിലായി. ഹോംസ് വീണ്ടും ജോലി തിരക്കിലാണ്. മയക്കുമരുന്നിൻ്റെ സ്വപ്നത്തിൽ നിന്നുണർന്ന് ഏതോ പുതിയ പ്രശ്നത്തിൻ്റെ ചൂരു പിടിച്ചിരിക്കുകയാണ്. ഞാൻ ബെല്ലടിച്ചു. അടുത്ത നിമിഷം അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക്, കുറേ നാൾ മുമ്പ് എൻ്റേതുകൂടിയായിരുന്ന മുറിയിലേക്ക് ആനയിക്കപ്പെട്ടു. ഹോംസ് ഒരിക്കലും ആചാരോപചാരങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. എങ്കിലും എന്നെ കണ്ടതിൽ അദ്ദേഹം സന്തുഷ്ടനാണെന്ന് എനിക്ക് തോന്നി. എന്നോടൊന്നും മിണ്ടാതെ ദയാപൂർണമായ ഒരു നോട്ടത്തോടെ കസേരയിലിരിക്കാൻ ആംഗ്യം കാണിച്ചു. എന്നിട്ട് നെരിപ്പോടിനടുത്ത് നിന്ന് എന്നെ ആകപ്പാടെ ഒന്ന് ചുഴിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, കല്യാണം കഴിഞ്ഞപ്പോൾ നിങ്ങൾ നന്നായിട്ടുണ്ട്. 7.5 പൗണ്ടെങ്കിലും തൂക്കം വർദ്ധിച്ചു കാണും. 7 പൗണ്ട്, ഞാൻ പറഞ്ഞു. വാസ്തവമോ? എൻ്റെ കണക്കുകൂട്ടലിൽ വലിയ തെറ്റില്ല. നിങ്ങളിപ്പോൾ പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അക്കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ. പിന്നെ എങ്ങനെ അറിഞ്ഞു? കണ്ടാലറിയാം. ഞാൻ ഊഹിച്ചു മനസ്സിലാക്കുന്നു. അടുത്ത കാലത്ത് നിങ്ങൾ കുറേ മഴ നനഞ്ഞെന്നും നിങ്ങളുടെ ഇപ്പോഴത്തെ വേലക്കാരി തീരെ ശ്രദ്ധയും വൃത്തിയുമില്ലാത്ത ആളാണെന്നും ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് പറയാമോ? എൻ്റെ പ്രിയപ്പെട്ട ഹോംസ്, ഇത് കുറേ കടന്നുപോയി. 1-2 നൂറ്റാണ്ടുകൾക്ക് മുൻപായിരുന്നെങ്കിൽ ആഭിചാര കർമ്മത്തിൻ്റെ പേരിൽ നിങ്ങൾ വധിക്കപ്പെടുമായിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ നാട്ടിൻപുറത്ത് നടക്കാൻ പോയി. മടങ്ങി വരുമ്പോൾ ശരിക്കും നനഞ്ഞ് വശം കെട്ടിരുന്നു. പക്ഷേ നിങ്ങൾ എങ്ങനെ ഇതറിഞ്ഞു? അപ്പോൾ വേറെ വസ്ത്രങ്ങളാണല്ലോ ഞാൻ ധരിച്ചിരുന്നത്.
മേരി ജെയിനിൻ്റെ കാര്യമാണെങ്കിൽ അവളെ കൊണ്ട് ഒന്നിനും കൊള്ളുകയില്ല. അവളെ പിരിച്ചയക്കാൻ എൻ്റെ ഭാര്യ തീരുമാനിച്ചു കഴിഞ്ഞു. എങ്കിലും ഇക്കാര്യം താങ്കൾ എങ്ങനെ മനസ്സിലാക്കിയെന്ന് പറയൂ. ഹോംസ് മന്ദഹസിച്ച് നീണ്ട് ദൃഢമായ കൈകൾ കൂട്ടിത്തിരുമ്മി. അത് വളരെ നിസ്സാരമാണ്, അദ്ദേഹം പറഞ്ഞു. നിങ്ങളുടെ ഇടത്തെ ഷൂവിൻ്റെ ഒരു വശത്ത് സമാന്തരമായ 6 വരകൾ എനിക്ക് കാണാം. ഉണങ്ങിപ്പിടിച്ചിരിക്കുന്ന ചളി ചുരണ്ടിക്കളഞ്ഞ പാടുകളാണ് അവ. അതിൽ നിന്നാണ് 2 കാര്യങ്ങൾ ഞാൻ അനുമാനിച്ചത്. മഴ സമയത്ത് നിങ്ങൾ പുറത്തു പോയിരുന്നെന്നും ഷൂസ് തുടയ്ക്കാൻ പോലും അറിയാത്ത വൃത്തിയാണ് നിങ്ങൾക്കുള്ളതെന്നും നിങ്ങളുടെ പ്രാക്ടീസിനെ പറ്റിയാണെങ്കിൽ തൊപ്പിക്കുള്ളിൽ ഒളിച്ചു വെച്ചിരുന്നാലും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന സ്റ്റെതസ്കോപ്പും വലത്തെ ചൂണ്ടുവിരലിൽ സിൽവർ നൈട്രേറ്റിൻ്റെ പാടും അയഡോഫോമിൻ്റെ ഗന്ധവുമായി മുറിയിൽ കയറി വരുന്ന മാന്യൻ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറാണെന്ന് ഊഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാനൊരു വിഡ്ഢിയായിരിക്കണം. സ്വാഭാവികവും ലളിതവുമായ വിധത്തിൽ ഇങ്ങനെ വിശദീകരിച്ചപ്പോൾ എനിക്ക് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ അതെല്ലാം എത്ര നിസാരമാണെന്ന് തോന്നിപ്പോകുന്നു. ഇതെല്ലാം എനിക്കും കഴിയുമല്ലോ. എനിക്കും കണ്ണുകളില്ലേ എന്ന് ഞാൻ സ്വയം ചോദിക്കുന്നു. എങ്കിലും നിങ്ങളുടെ വ്യാഖ്യാനം മുഴുവൻ കേൾക്കുമ്പോഴേ രഹസ്യം പിടികിട്ടുന്നുള്ളൂ. അത് ശരിയാണ്. സിഗരറ്റ് കത്തിച്ച് ചാരുകസേരയിൽ മലർന്നു കിടന്ന് ഹോംസ് പറഞ്ഞു. നിങ്ങൾ കാണുന്നുണ്ട്, എന്നാൽ നിരീക്ഷണം നടത്തുന്നില്ല. ഇവിടെയാണ് വ്യത്യാസം. ഉദാഹരണമായി, നിങ്ങൾ താഴെ ഹാളിൽ നിന്നും ഈ മുറിയിലേക്ക് കയറാനുള്ള പടികൾ കണ്ടിട്ടില്ലേ? ധാരാളം കണ്ടിട്ടുണ്ട്. എത്ര പ്രാവശ്യം? ഒട്ടനവധി പ്രാവശ്യം. ഒരു 100 പ്രാവശ്യത്തിൽ കൂടുതൽ. എത്ര പടികളുണ്ടെന്ന് പറയാമോ? എത്ര പടികളോ എനിക്കറിഞ്ഞുകൂടാ. അതാണ് പറഞ്ഞത്. നിങ്ങൾ കാണുന്നു, പക്ഷേ നിരീക്ഷിക്കുന്നില്ല. ഞാൻ കാണുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു. 17 പടികളുണ്ടെന്ന് എനിക്കറിയാം. അതുപോട്ടെ, ഇതുപോലുള്ള ചെറിയ പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളതുകൊണ്ടും എൻ്റെ നിസാരങ്ങളായ അനുഭവങ്ങളെ നിങ്ങൾ ഇതിനു മുമ്പ് ലേഖന രൂപത്തിലാക്കിയിട്ടുള്ളതുകൊണ്ടും ഇക്കാര്യത്തിൽ താല്പര്യമുണ്ടാവുമെന്ന് കരുതുന്നു. മേശപ്പുറത്ത് കിടന്നിരുന്ന ചുവപ്പ് നിറത്തിലുള്ള ഒരു കടലാസ് അദ്ദേഹം എൻ്റെ നേർക്ക് നീട്ടി. ഇന്നത്തെ തപാലിൽ വന്നതാണ്. ഉറക്കെ വായിക്കൂ. തീയതി വെച്ചിട്ടില്ലായിരുന്ന ആ കുറിപ്പിൽ എഴുതിയ ആളിൻ്റെ ഒപ്പോ മേൽവിലാസമോ ഉണ്ടായിരുന്നില്ല. ഇന്ന് രാത്രി 8:15 ഉള്ളപ്പോൾ വളരെ മുഖ്യമായ ഒരു കാര്യം ആലോചിക്കാൻ ഒരാൾ താങ്കളെ സമീപിക്കും. ഗൗരവമായ ഈ വിഷയം താങ്കളുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കുമെന്ന് യൂറോപ്പിലെ ഒരു രാജകുടുംബത്തിന് അടുത്ത കാലത്ത് താങ്കൾ ചെയ്ത സഹായത്തിൽ നിന്നും മനസ്സിലാക്കുന്നു. ഇതൊരു ഗഹനമായ വിഷയമാണെന്ന് തോന്നുന്നുവല്ലോ. ഞാൻ അഭിപ്രായപ്പെട്ടു. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ? എനിക്ക് യാതൊരു വിവരവും അറിയില്ല. ശരിയായ വിവരങ്ങൾ അറിയാതെ തീരുമാനത്തിലെത്തുന്നത് അബദ്ധമാവും. അങ്ങനെയായാൽ സിദ്ധാന്തങ്ങൾക്കനുസരണമായി വസ്തുതകളെ വളച്ചൊടിക്കാനുള്ള പ്രേരണയുണ്ടാവും. നേരെ മറിച്ച് വസ്തുതകളിൽ നിന്നാണ് സിദ്ധാന്തങ്ങൾ ഉരുത്തിരിയേണ്ടത്. ഏതായാലും ഈ കുറിപ്പിൽ നിന്ന് നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ടോ എന്ന് നോക്കൂ. ആ കടലാസും അതിലെ അക്ഷരങ്ങളും ഞാൻ സൂക്ഷ്മമായി പരിശോധിച്ചു. ഇതെഴുതിയാൽ ധനികനായിരിക്കും. എൻ്റെ സ്നേഹിതൻ്റെ രീതിയെ അനുകരിച്ച് ഞാൻ പറഞ്ഞു. വളരെ വില കൂടിയ പേപ്പറാണിത്. നല്ല കട്ടിയും മിനുസവുമുണ്ട്. വിചിത്രമെന്ന് പറയുന്നതാവും ശരി, ഹോംസ് പറഞ്ഞു. ഇത് ഇംഗ്ലണ്ടിൽ നിർമ്മിച്ചതല്ല. വെളിച്ചത്തിന് നേരെ പിടിച്ചു നോക്കൂ. ഞാൻ അപ്രകാരം ചെയ്തു. EG, P, GF എന്നീ അക്ഷരങ്ങൾ കടലാസിൻ്റെ ഉള്ളിൽ തെളിഞ്ഞു കണ്ടു. അതിൽ നിന്ന് എന്തു മനസ്സിലാക്കാം? ഹോംസിൻ്റെ ചോദ്യമാണ്. പേപ്പർ നിർമ്മാതാവിൻ്റെ പേരോ അതിൻ്റെ ചുരുക്കമോ ആണെന്ന് തോന്നുന്നു. അല്ല, അവസാനത്തെ GF എന്ന 2 അക്ഷരങ്ങൾ ജർമ്മൻ ഭാഷയിൽ കമ്പനി എന്നതിൻ്റെ ചുരുക്കമാണ്. P എന്നത് പേപ്പർ. EG എന്ന് വെച്ചാൽ നിൽക്കൂ, യൂറോപ്പിനെ സംബന്ധിച്ച് നിഘണ്ടു നോക്കാം. ഷെൽഫിൽ നിന്നും ഒരു തടിച്ച പുസ്തകമെടുത്ത് അദ്ദേഹം മറിച്ചു നോക്കി. ആ, ഇതാ EG, ഈഗേറിയ, ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന ഒരു രാജ്യം. ബൊഹീമിയയിലാണ്. നിരവധി ഗ്ലാസ് ഫാക്ടറികളും കടലാസ് മില്ലുകളുമുള്ള സ്ഥലം. ഹാ, എൻ്റെ കുട്ടി ഇപ്പോഴെന്തു പറയുന്നു? ആ കണ്ണുകൾ തിളങ്ങി. സിഗരറ്റിൽ നിന്നും വിജയസൂചകമായി ഒരു പുകച്ചുരുൾ ഉയർന്നു. ഈ കടലാസ് ബൊഹീമിയയിൽ നിർമ്മിച്ചതാണ്, ഞാൻ പറഞ്ഞു. വളരെ ശരിയാണ്. കത്തെഴുതിയ ആൾ ജർമ്മൻകാരനും. വാചകത്തിൻ്റെ ഘടന നോക്കൂ. താങ്കളെ പറ്റിയുള്ള ഈ വിവരം നാം അറിഞ്ഞിട്ടുണ്ട്. പലയിടത്തു നിന്നും. ഒരു ഫ്രഞ്ചുകാരനോ റഷ്യക്കാരനോ ഇങ്ങനെ എഴുതാനിടയില്ല. ജർമ്മൻകാരനാണ് വാചകങ്ങളെ വളച്ചൊടിക്കുന്നതിൽ വിരുദ്ധൻ. ഇങ്ങനെ ബൊഹീമിയൻ കടലാസിൽ എഴുതുന്ന മുഖമൂടി ധരിക്കുന്ന ജർമ്മൻകാരൻ്റെ സന്ദർശനോദ്ദേശം എന്താണെന്ന് ഇനി അറിയാനുള്ളത്. അല്ല, അയാൾ എത്തിയെന്ന് തോന്നുന്നു.
താഴെ കുതിരക്കുളമ്പടി കേട്ടു. വണ്ടിച്ചക്രങ്ങൾ ചരലിൽ ഉറഞ്ഞു നിന്നു. മണി മുഴങ്ങി. ഹോംസ് ചൂളമടിച്ചു. ഇരട്ട കുതിരയാണെന്ന് തോന്നുന്നു. ജനാലയിലൂടെ വെളിയിലേക്ക് നോക്കിയിട്ട് തുടർന്നു. അതെ, ഇരട്ട കുതിര തന്നെ. ഓരോന്നിനും 150 പവൻ വീതമെങ്കിലും വില വരും. വണ്ടിയും ഒന്നാം തരം തന്നെ. ഏതായാലും ഈ കേസിൽ പണമുണ്ട് വാട്സൺ. മറ്റൊന്നുമില്ലെങ്കിലും പണത്തിൻ്റെ ഗന്ധമുണ്ട്. ഹോംസ്, ഞാനിപ്പോൾ പോകുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു, ഞാൻ പറഞ്ഞു. അരുത് വാട്സൺ, നിങ്ങൾ പോകരുത്. എൻ്റെ ബേസ്വെൽ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഇതൊരു രസകരമായ കേസാണെന്ന് തോന്നുന്നു. വിട്ടുകളയുന്നത് നഷ്ടമാവും. പക്ഷേ നിങ്ങളുടെ കക്ഷി? അതു സാരമില്ല. എനിക്ക് നിങ്ങളുടെ സഹായം വേണം. അതുപോലെ അയാൾക്കും. അതാ അയാൾ വരുന്നു. നിങ്ങൾ ഈ കസേരയിലിരിക്കൂ. എല്ലാം ശ്രദ്ധിച്ചു മനസ്സിലാക്കണം. മെല്ലെ ഉറച്ച കാലൊച്ച കോവണിപ്പടയിലും ഇടനാഴിയിലും കേട്ടു. പിന്നെ മുറിയുടെ വാതിക്കൽ ഒരു നിമിഷത്തെ നിശബ്ദത. അതാ ഉറക്കെ അധികാരമുള്ളതുപോലെ വാതിൽ മുട്ടുന്നു. അകത്തു വരാം, ഹോംസ് പറഞ്ഞു. 6.5 അടിയിൽ കുറയാത്ത ഉയരമുള്ള ഒരാൾ അകത്ത് കടന്നു. ഒരു ഭീമൻ തന്നെ. വളരെ വില കൂടിയ വസ്ത്രങ്ങളാണ് അയാൾ ധരിച്ചിരുന്നത്. ഇംഗ്ലീഷുകാരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ആഡംബരപൂർണമായ വസ്ത്രങ്ങൾ. സിൽക്കിൻ്റെ കോട്ടും കസവ് തുന്നിപ്പിടിപ്പിച്ച അംഗവസ്ത്രവും വൈഡൂര്യം പതിച്ച പതക്കവും മുട്ടോളം എത്തുന്ന പാദരക്ഷയും ഒക്കെ കൂടി ധനപുഷ്ടിയുടെ അപരിഷ്കൃതമായ പ്രകടനമായിരുന്നു ആവേശം. കയ്യിൽ വലിയ പരന്ന ഒരു തൊപ്പിയും മുഖത്ത് മൂക്കിന് മുകൾ ഭാഗം മറയ്ക്കുന്ന തരത്തിലുള്ള കറുത്ത മുഖംമൂടിയും കൂടി ആയാൽ ആഗതൻ്റെ രൂപവർണ്ണന പൂർത്തിയായി. ഇടയ്ക്കിടെ മുഖം മൂടി അയാൾ കൈകൊണ്ട് വലിച്ചു നേരെയാക്കിയിരുന്നു. നീണ്ട താടിയെല്ലും തടിച്ച ചുണ്ടുകളും അയാൾ ഒരു ദൃഢചിത്തനും പിടിവാശിക്കാരനുമാണെന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. എൻ്റെ കുറിപ്പ് കിട്ടിയല്ലോ? കനത്ത പരുക്കൻ സ്വരത്തിൽ ജർമ്മൻ ചുവയുള്ള ഉച്ചാരണത്തിൽ അയാൾ ചോദിച്ചു. ഞാൻ വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഞങ്ങളിൽ ആരോടാണ് സംസാരിച്ചു തുടങ്ങേണ്ടതെന്നറിയാതെ ആഗതൻ രണ്ടുപേരെയും മാറി മാറി നോക്കി. ദയവ് ചെയ്ത് ഇരിക്കൂ, ഹോംസ് പറഞ്ഞു. ഇതാണെൻ്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായ ഡോക്ടർ വാട്സൺ. എൻ്റെ പല കേസുകളിലും അദ്ദേഹം എന്നെ സഹായിച്ചിട്ടുണ്ട്. അങ്ങയുടെ പേരെന്താണാവോ? എന്നെ വോൺ ക്രാം പ്രഭു എന്ന് വിളിക്കൂ. ബൊഹീമിയയിലെ ഒരു കുലീന കുടുംബത്തിൽ നിന്നാണ്. നിങ്ങളുടെ സ്നേഹിതൻ മാന്യനും വകതിരിവുള്ളവനുമാണെന്നും എനിക്ക് പറയാനുള്ള പരമപ്രധാനമായ രഹസ്യം അദ്ദേഹം കൂടി കേൾക്കുന്നതിൽ തെറ്റില്ലെന്നും കരുതട്ടെ. അല്ലാത്ത പക്ഷം നിങ്ങളോട് മാത്രമായി പറയാം. അത് കേട്ട് ഞാൻ പോകാൻ എണീറ്റു. ഹോംസ് എൻ്റെ കൈക്ക് പിടിച്ച് കസേരയിലിരുത്തി. ഒന്നുകിൽ രണ്ടുപേരും കേൾക്കേ പറയൂ, അല്ലെങ്കിൽ പറയുകയോ വേണ്ട. എന്നോട് പറയാനുള്ളതെന്തും ഇദ്ദേഹം കൂടി കേൾക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല. പ്രഭു തോളു കുലുക്കി. എന്നാൽ ഞാൻ പറഞ്ഞു തുടങ്ങാം. 2 വർഷക്കാലം നിങ്ങൾ രണ്ടാളും ഇക്കാര്യം പരമരഹസ്യമായി സൂക്ഷിക്കാമെന്ന് ഉറപ്പു തരണം. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ രഹസ്യ സ്വഭാവത്തിന് പ്രസക്തിയില്ലാതാകും. ഇന്ന് യൂറോപ്പിൻ്റെ ചരിത്രത്തിൻ്റെ ഗതിയെ സാരമായി ബാധിക്കുന്ന ഒരു പ്രശ്നമാണിത്. ഞാൻ ഉറപ്പു തരുന്നു, ഹോംസ് പറഞ്ഞു. ഞാനും. ഞാൻ ആവർത്തിച്ചു. ഞാൻ മുഖം മൂടി ധരിച്ചിരിക്കുന്നതിൽ ക്ഷമിക്കണം. ഞങ്ങളുടെ അസാധാരണനായ സന്ദർശകൻ തുടർന്നു. എന്നെ ഇതിലേക്ക് നിയോഗിച്ച മഹത് വ്യക്തി തൻ്റെ ദൂതൻ്റെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് എൻ്റെ ശരിയായ പേരല്ല എന്നുകൂടി അറിയിക്കട്ടെ. അതെനിക്കറിയാം. തണുപ്പൻ മട്ടിലുള്ള ഹോംസിൻ്റെ മറുപടി. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണിത്. രഹസ്യം പുറത്തായാൽ യൂറോപ്പിലെ ഒരു രാജകുടുംബത്തിൻ്റെ സൽപ്പേരിനെ കളങ്കപ്പെടുത്തുന്ന ശക്തമായ അപവാദമായി മാറിയേക്കും. ഞാൻ തുറന്നു പറയാം, ബൊഹീമിയൻ ഭരണാധികാരികളായ ഓസ്റ്റിൻ കുടുംബത്തെ സംബന്ധിക്കുന്ന പ്രശ്നമാണ്. അതും എനിക്കറിയാം. കസേരയിൽ കണ്ണടച്ചിരുന്ന ഹോംസ് പേറുപുറത്തു. യൂറോപ്പിലെ ഏറ്റവും പ്രഗത്ഭനും പ്രശസ്തനുമായ ഡിറ്റക്റ്റീവ് എന്ന് താൻ കേട്ടറിഞ്ഞിരുന്ന ഷെർലക് ഹോംസിനെ തൻ്റെ മുൻപിൽ നിരുന്മേഷനായി ഒടിഞ്ഞു കുത്തിയിരിക്കുന്ന ആ രൂപത്തെ ആഗതൻ അത്ഭുതത്തോടെ മിഴിച്ചു നോക്കി. ഹോംസ് മെല്ലെ കണ്ണു തുറന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. തിരുമനസ് വിഷയം പൂർണ്ണമായി അവതരിപ്പിക്കുവാൻ കനിവുണ്ടാകണം. എന്നാലേ എനിക്കെന്തെങ്കിലും നിർദ്ദേശം തരാൻ പറ്റൂ. ആ മനുഷ്യൻ ചാടി എണീറ്റ് മാനസിക വിക്ഷേപമടക്കാൻ കഴിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എന്നിട്ട് നിരാശയോടെ മുഖംമൂടി അഴിച്ച് നിലത്തെറിഞ്ഞു. നിങ്ങൾ പറഞ്ഞത് ശരി തന്നെ, അദ്ദേഹം ഉറക്കെ പറഞ്ഞു. ഇനി എന്തിനു മറച്ചു വെക്കണം? ഞാൻ തന്നെയാണ് ബൊഹീമിയൻ രാജാവ്. അതാണ് ഞാനും ചോദിക്കുന്നത്. ബൊഹീമിയൻ രാജാവ് കാസൽ ഫെസ്റ്റീൻ
ഗ്രാൻഡ് ഡ്യൂക്ക് വിൽഹം ഗോസ്ട്രിച്ച് സിഗ്മണ്ട് വോൺ ഓസ്റ്റിനോടാണ് സംസാരിക്കുന്നതെന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നു തിരുമേനി. രാജാവ് വീണ്ടും ആസനസ്ഥനായി. വിശാലമായ നെറ്റി തടവിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊന്ന് ധരിക്കണം, ഇത്തരം കാര്യങ്ങളിൽ ഞാൻ നേരിട്ട് ഇടപെട്ടിട്ടില്ല. എനിക്ക് ഇതൊന്നും പരിചയമില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ മറ്റൊരാളെ ഈ കാര്യം ചുമതലപ്പെടുത്തിക്കൂടാ. നിങ്ങളുമായി ചർച്ച ചെയ്യാൻ വേഷപ്രച്ഛന്നനായി പ്രാഗിൽ നിന്നാണ് ഞാൻ വരുന്നത്. എന്നാൽ ദയവായി ചർച്ച തുടങ്ങിക്കോളൂ. ഹോംസ് വീണ്ടും കണ്ണടച്ചിരുന്നു.